ഈ കിടക്കുന്ന എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയ്ക്ക് ആദ്യമായിട്ട് വയറുവേദന വന്നപ്പോഴാണ് VSM ആശുപത്രി കൊണ്ടുവന്നത്. VSM ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് ഒരു സിസ്റ്റ് ഉണ്ട്, അപ്പോൾ ആ സിസ്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ കീ ഹോൾ ചെയ്യണമെന്ന്. അങ്ങനെ കീ ഹോൾ ചെയ്യാൻ അവർ കയറ്റി. അങ്ങനെ എൻ്റെ അമ്മയുടെ നെർവ് കട്ടായിട്ട് അമ്മയ്ക്ക് ബ്ലീഡിങ് ആയി അമ്മ അവിടെ വെച്ച് മരിച്ചു. എന്നിട്ട് അവർ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എൻ്റെ അമ്മ മരിച്ചു പോയെന്ന്, നെർവ് കട്ടായിട്ട് അങ്ങനെ ബോഡിയെല്ലാം നിലച്ച് അറ്റാക്കായതാണെന്ന്. എൻ്റെ അമ്മയായിരുന്നു എന്നെ പഠിപ്പിക്കുന്നത്, ആരംഭിച്ചൊക്കെ തരുന്നത്. ആ അമ്മയാണ് എനിക്കിപ്പോൾ പോയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിട്ടേ ഞാനിതേ കാണുന്നുള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയണം, ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. നമസ്കാരം, ഞാൻ കണ്ണനാണ്, കിടു മീഡിയന്ന്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു പെൺകുട്ടി മരിച്ച ഒരു മരണ വീട്ടിലാണ്. നിങ്ങൾക്ക് എൻ്റെ പിന്നി നോക്കിയാൽ മതി. അതായത് ഒരു പെൺകുട്ടി ഇവിടെ ചികിത്സാ പിഴവ് മൂലം VSM എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ അവന്മാർ കാണിച്ച തന്തയില്ലായ്മ കാരണം ഒരു പെൺകുട്ടി ഈ വീട്ടിൽ അവരുടെ സന്തോഷം, ഒറ്റ ദിവസത്തെ സന്തോഷമാണ് ഈ VSM എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ ചികിത്സാ പിഴവ് മൂലം ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അതേപോലെ ഈ വീട്ടുകാർക്കും പ്രിയപ്പെട്ട അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി, ഒരു മോൻ്റെ അമ്മ, അങ്ങനെ പറയാം, ഒരു കുഞ്ഞിൻ്റെ അമ്മ, ആ പെൺകുട്ടിയാണ് ഇവിടെ മരണപ്പെട്ടത്. ഇവന്മാർ ആ പെൺകുട്ടി അവിടെ കീ ഹോൾ സർജറിക്ക് കയറ്റിയിട്ട് ആ പെൺകുട്ടി ജീവനോടെ തിരിച്ച് വെളിയിറങ്ങിയിട്ടില്ല. ആ കുട്ടിയുടെ പേര് ധന്യ എന്നാണ്. ആ കുട്ടി ഇതുവരെ ഈ കുടുംബം നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ കുടുംബം എല്ലാം വിഷമിച്ചിരിക്കുകയാണ്. കാര്യം പെട്ടെന്നുണ്ടായ ഈ ഒരു ഷോക്ക്, അതായത് ഒരു കുഴപ്പമില്ലാതെ ആ ഹോസ്പിറ്റലിൽ കയറി ചെന്ന് ആ കുട്ടിക്ക് ഇവന്മാർ കീ ഹോൾ സർജറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ആ കുട്ടിയെ അവിടെ സർജറി ചെയ്തിട്ട് ആ കുട്ടി ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. ആ കുട്ടിയുടെ അടക്കം കഴിഞ്ഞു. ആ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഈ VSM എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിൽ കാണിച്ച തന്തയില്ലായ്മ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ പോയേക്കുന്നത്. ഇനി ഇവന്മാരുടെ അടുത്ത് ഇനി ഒന്നും പറയാനുള്ളത്, മുമ്പും സുഭാഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു വിറക് വെട്ടിയിട്ട് കാല് മുറിഞ്ഞിട്ട് ഇവന്മാരുടെ അടുക്ക രാത്രി പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പുള്ളി അടുത്ത ദിവസം കണ്ണു തുറന്നിട്ടില്ല. അടുത്ത ദിവസം അയാൾ കണ്ണു തുറന്നില്ല. ഈ VSM എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ട് അയാൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അയാൾ കണ്ണു തുറന്നിട്ടില്ല. ഇവന്മാരുടെ ചികിത്സാപ്പിഴവ് കൊണ്ടാണ് അയാൾ മരിച്ചത്. പിന്നെ ഇവന്മാർ അവരെ ഗുണ്ടകളെ വെച്ചിട്ട് അവരുടെ വീട്ടുകാരെ ബ്ലാക്ക് മെയിൽ ചെയ്തും ഭീഷണിപ്പെടുത്തിയിട്ടും ഒക്കെയാണ് ആ കേസും അവർ കൊടുക്കാതെ പോയേക്കുന്നത്. പിന്നെ പലതവണ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിനെതിരെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിനൊന്നും സർക്കാർ ഇടപെട്ടിട്ടില്ല, സർക്കാർ ഇടപെടുന്നില്ല. കാര്യം ഇതേപോലെ ആൾക്കാർ മരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഇവർക്കെതിരെ ഒന്നും നടപടി എടുക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഓരോ ദിവസം ഓരോ ആൾക്കാർ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പലതവണ പല വീഡിയോ ഇട്ടിട്ടുണ്ട്. ലക്ഷ്മി ഹോസ്പിറ്റലിനെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിന് വേണ്ടി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതിനും ഒരു പ്രതികരണമില്ല. അവിടെയും ഈ ഗവൺമെൻറ് ഇടപെടുന്നില്ല. ഒരു കുടുംബത്തിനും നീതിയില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ കാണിക്കുന്ന ഇങ്ങനെയുള്ള തെണ്ടിത്തല ഇവന്മാർ കാണിക്കുന്ന തന്തയില്ലായ്മ, ഈ VSM എന്ന് പറയുന്ന ഇവന്മാർ കാണിച്ച ഈ ഹോസ്പിറ്റലിൽ കാണിച്ച തന്തയില്ലായ്മ എന്നേ പറയത്തുള്ളൂ. ആ ഒരു തന്തയില്ലായ്മ കാരണമാണ് ഈ കുടുംബത്തിലെ ഒരു ജീവൻ പോയത്. നിങ്ങൾ നോക്ക്, ഈ കുഞ്ഞിൻ്റെ അമ്മയാണ് 2 ദിവസം മുമ്പ് വരെ ജീവനോടെ കണ്ട അതിൻ്റെ അമ്മയാണ് ഈ VSM എന്ന് പറയുന്ന ഹോസ്പിറ്റലുകാർ അവന്മാർ സർജറി ചെയ്തിട്ട് ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നും നോക്കാതെ തന്നെ അവരൊക്കെ പറ്റില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിൽ വിടണം. ഈ കുഞ്ഞിനൊക്കെ അതിൻ്റെ അമ്മ നഷ്ടപ്പെടുന്ന വേദന, എൻ്റെ അമ്മ മരണപ്പെട്ടതാണ്. എൻ്റെ അമ്മ മരണപ്പെട്ട അധിക ദിവസമായിട്ടില്ല, എനിക്കുണ്ടാകുന്ന വേദന. അപ്പോൾ ഒരു പിഞ്ച് കുഞ്ഞിനുണ്ടാകുന്ന വേദന എന്തോ ആയിരിക്കും. പലവട്ടം ഞാൻ സർക്കാരിലേക്ക്, ഈ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി, നിങ്ങൾ അറിയണം, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇവന്മാരൊക്കെ കാണിച്ചു കൂട്ടുന്ന എന്താ നിങ്ങൾ അറിയണം. നിങ്ങൾ അറിഞ്ഞേ പറ്റരുത്. എന്ന് വെച്ചാൽ ഇതേപോലുള്ള പാവങ്ങൾ അവിടെ പോയി അവരുടെ കയ്യില്ലാത്ത പണം ഉണ്ടാക്കി അവിടെ പോയി ഇവന്മാർ പറയുന്ന സർജറിയും ചെയ്തിട്ട് ലാസ്റ്റ് അവരുടെ ജീവൻ പോയിട്ട് ആ ശവമാണ് തിരിച്ചു കൊടുക്കുന്നത് പല ഹോസ്പിറ്റലിലും. ഇതൊന്നും പുറത്ത് വരുന്നില്ല. ഈ VSM എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞില്ലേ, സുഭാഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് അടുത്ത ദിവസം ആൾ കണ്ണു പറഞ്ഞില്ല. കാര്യം അത് ഇവന്മാർ കാണിച്ച തന്തയില്ലായ്മ തന്നെ, വേറൊന്നുമല്ല. അതേപോലെ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിൻ്റെയൊക്കെ മറ്റവന്മാരെയും ഗുണ്ടകളെയും പറയുന്നില്ല, അവന്മാരെ കൊണ്ട് നീ ഭീഷണിപ്പെടുത്തിയോ, നീ എന്നെ ഇല്ലാതാക്കാൻ നോക്കിയാലും നീയൊക്കെ ആലോചിച്ചോ. ഒരു ചാനലല്ല വരുന്നത്, 100 ചാനൽ വേറെ വരും. ഞങ്ങളുടെ യൂണിയൻ ഇറങ്ങും, എല്ലാ മീഡിയക്കാരും വരും. പിന്നെ നിൻ്റെയൊക്കെ വാർത്ത ഈ പൈസ മേടിച്ച് വെച്ചേക്കുന്ന മാമാ ചാനലുകാർ നിൻ്റെയൊക്കെ വീഡിയോ ഇടത്തില്ലായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ചാനലുകാർ ഉറപ്പായിട്ടും നിൻ്റെ വീഡിയോ ഇടും. എന്നെ തീർത്തുകൊണ്ട് അല്ലെ എൻ്റെ കൂടെ ഉള്ളവരെ തീർത്തുകൊണ്ടോ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടോ തീരും എന്ന് നീ വിചാരിക്കണ്ട. ഈ ഹോസ്പിറ്റലിൻ്റെ ഓണർ ഗുണ്ടകളെയും വെച്ച് നടക്കുന്ന അവനോടാണ് പറയുന്നത്, നീ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും എനിക്കെതിരെ നീ ഭീഷണിയായിട്ട് വന്നാൽ പോലും നിന്നോട് പറയുക, ഒരു ചാനലല്ല 100 ചാനൽ വേറെ വരും. അവൾ കീ ഹോൾ സർജറിക്കായിട്ടാണ് കയറ്റിയത്. 9:30 ആയപ്പോൾ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റിയതാണ്.
10:50 ബ്ലീഡിങ് തുടങ്ങിയെന്നാണ് അവർ പോലീസിന് കൊടുത്തേക്കുന്ന അതിനകത്ത് നിന്ന് ഞാൻ വായിച്ചത്. 10:50 ബ്ലീഡിങ് തുടങ്ങി. പക്ഷേ പുറത്തുനിന്ന് നമ്മളോട് അവർ പറയുന്നത് 12 മണിക്ക് ശേഷമാണ്. അതും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വെപ്രാളപ്പെടുന്ന കണ്ടുകൊണ്ട് വല്യമ്മ ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ പറയുന്നത് ചെറിയൊരു ബ്ലീഡിങ് ഉണ്ട്, പക്ഷേ അത് അവരുടെ കൺട്രോളിലാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കി വല്യമ്മയൊക്കെ വിളിച്ച് ഇവിടെ നിന്ന് എല്ലാ ആൾക്കാരും അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് കാർഡിയാക് അറസ്റ്റ് ആയിരുന്നെന്ന്. അവർ സർജറി ചെയ്യുന്നതിൻ്റെ ഇടയിൽ മെയിൻ വെയിൻ കട്ടായിട്ടാണ് ബ്ലീഡിങ് ഉണ്ടായത്. ആ ബ്ലീഡിങ് മൂലമാണ് അവൾക്ക് മരണപ്പെടാൻ കാരണം. ഓവറായിട്ട് ബ്ലീഡിങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർഗൻസ് എല്ലാം നിലച്ചതാണ്. അല്ലാതെ അവൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ഹോസ്പിറ്റലിൻ്റെ പേര് VSM ഹോസ്പിറ്റൽ, മാവേലിക്കര, തട്ടാരമ്പലം. നമ്മുടെ ഇവിടെ നിന്നെല്ലാം ആൾക്കാർ കൂടി പക്ഷേ അവരാണെങ്കിൽ കുറേ കറുത്ത് ടീഷർട്ട് ഇട്ട കുറേ ടീം വന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്തിനേയും പ്രതിരോധിക്കാൻ വേണ്ടി. ഡോക്ടർമാരെല്ലാം അവരുടെ സപ്പോർട്ടിൽ അവിടെ നിന്നത്. ഇതിലവിടെ നിന്നതിൽ കൂടുതലും ഗുണ്ടാലുക്കുള്ള ആൾക്കാരായിരുന്നു. എനിക്കിത് കാണാൻ വയ്യ. ഒരു സർജറി ചെയ്യല്ലോ, എൻ്റെ പൊന്നോട് ജീവൻ എടുത്തല്ലോ. എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യേ. എൻ്റെ പൊന്നു മോളെ, എനിക്ക് വയ്യ. കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ അച്ഛന് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? എൻ്റെ വീട്ടിൽ എൻ്റെ ഇളയ മോളുണ്ട്, അവൾക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? എനിക്കുമുണ്ട് ഒരു കുഞ്ഞ്, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവന് എന്നെ നഷ്ടപ്പെട്ടാൽ എന്ത് വേദന ഉണ്ടാകും, അതുപോലെയാണ് ആ കുഞ്ഞിനും ഉണ്ടായിരിക്കുന്നത്. അത് പറ്റത്തില്ല, മറക്കാൻ പറ്റാത്ത ഒരു കാര്യം. അതുകൊണ്ട് ഇതിനെതിരെ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ച് ഇവർക്ക്, ഈ കുടുംബത്തിന്, ഈ കുഞ്ഞിനെ നീതി കിട്ടണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവർക്ക് വേണ്ടി എന്ത് കാര്യത്തിന് വിളിച്ചാലും ഇതിന് ഞങ്ങൾ പോകാൻ തയ്യാറാണ്.